ഗായ്സ് നമ്മൾ 2 ദിവസം ശേഷം വീണ്ടും ഇവിടെ എത്തിക്കണ്. വണ്ടി നന്നായിട്ട് വന്നാലോ എടുക്കണ്ട മക്കളെ എടുക്കണ്ട. ബാറ്ററി ആടുന്നുണ്ട്. 2ാമത്തെ ബാറ്ററി ആടുന്നു. നമ്മൾ 6ാം മാസം ബാറ്ററി ആടുന്നു. ഇപ്പോൾ 12ാം മാസം ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ 2ാമത്തെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ 2 ആഴ്ച സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. വെറുതെ ഇവിടെ ഇട്ടുകൊണ്ട് പൊടി പിടിച്ചിട്ട് കാര്യമല്ലോ. പെരി കയറ്റില്ല. എടുക്കല്ല മക്കളെ, ഓല എടുക്കല്ല ഗായ്സ്. അവസ്ഥ തള്ളിക്കൊണ്ടുപോകണം, വേറെ വച്ചില്ല. ഇത് എത്രാമത്തെ നടന്നു കൊണ്ടിരുന്നത് കൃഷിയാണ്. മൂന്ന് ചാർജാണ് കഴിച്ചു. എങ്ങനെ പോയിട്ടില്ല. പ്രതിഷേധം. അവസാനം നമ്മള് ഏതറിന് വണ്ടി വന്നില്ലേ, ഓല കെട്ടടിച്ചാല് ഓലന്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓല 3 ആഴ്ച കഴിച്ച് വീണ്ടും പോവാട്ടോ. ഓല 2ാം വട്ടം ഓല ബാറ്ററി പോള്. നമ്മളെ ഏതറകള് പക്ക സെറ്റാണ്. ഓല വീണ്ടും കെട്ടിയൊലിക്കാണ് ഗൈസ്. അങ്ങനെ 17 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മള് എടുത്തുകൊടുന്ന വണ്ടിയാട്ടത്. വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുത്ത് അതിനുശേഷം ഒരു ദിവസം അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ ഇടണ്ട വെച്ചാണ്ട് തൽക്കാലം ഓടാൻ വേണ്ടിയിട്ട് കൊടുന്നതിന് എന്താ ആ കൊണ്ടല്ലേ കൊണ്ടുവന്നാണ്ട് ഇപ്പോൾ റിട്ടേൺ വീണ്ടും ബാറ്ററി ഇന്ന് രാത്രി എത്തുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് കെട്ടി വലിച്ചാൽ ചവിട്ടാൻ പറ്റുക, ചവിട്ടി റിസ്ക്കാണ്. അപ്പോൾ കെട്ടി വലിച്ച് കൊണ്ടുപോകണം. ചാർജ് 7%. അപ്പോൾ ബാറ്ററിക്ക് ചാർജ് കയറണില്ല കേട്ടോ വണ്ടിയിൽ നിന്ന്. കെട്ടി വലിച്ചത് വണ്ടി നമ്മളെ ഏതറ്. അതാണ് അവസ്ഥ. പിന്നെ ഓലിനെ കെട്ടി വലിച്ചാൽ ലാസ്റ്റ് ഏതറേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ പല സന്തോഷം ഏതറിനൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. ഫുള്ള് പാട്ടൊക്കെ ഇട്ട് വൈബാക്കിയാണ്ടോ പോയിട്ടുണ്ടോ. ഇല്ലാത്ത സ്പീക്കർ വെച്ചാണ് പാട്ടൊക്കെ ഇട്ടിക്കണ്. നാണം കെടുത്താൻ എന്താ ചെയ്യറപ്പ്. ഓലക്കാർ എന്താണ് അതൊന്നും നന്നവാ ഒരു ഐഡിയ. 2ാമത്തെ പ്രാവശ്യമാണ് ഈ ബാറ്ററി കൊണ്ട് പോകുന്നത്. കണ്ടോ ഇവിടെ വന്ന് കിടക്കണം. ഇതാണ് ഇഷ്യൂ. സ്കൂട്ടർ ഇഷ്യൂ കമ്മിങ് ടു ഹോൾട്ട്. 100 മീറ്റർ പോലും പോകില്ല. കഴിഞ്ഞൂറ് നമ്മൾ പോയപ്പോൾ ആ ഒരു 20 സ്പീഡിൽ ക്രൂയിസ് ഇട്ടാൽ പോയിന്. അപ്പോൾ അതുകൊണ്ടാണ് പെരുന്നാൾക്കൊക്കെ അങ്ങോട്ട് ഓട്ടോ വെച്ചാണ്ട് എടുത്തു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ അനങ്ങിയിട്ടില്ല വണ്ടി. ചാർജും കയറണില്ല. ചാർജ് കയറലൊന്നുണ്ട്. ലാസ്റ്റ് കൈക്ക് കുട്ടപ്പനൊക്കെ എടുത്ത് വെച്ചിക്കിനി. വേറൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ കെട്ടി വലിച്ച് കൊണ്ടുപോകണം. വൈക്കെന്നൊക്കെ ആൾക്കാർ വീഡിയോ ഫോട്ടോ എടുത്ത് കളിച്ചിട്ട് അവസ്ഥ ഗായ്സ്. എന്ത് ചെയ്യാനാണ് ഒരു വണ്ടി വാങ്ങിയിട്ടുള്ള അവസ്ഥ. നല്ല സീനിയർ കേട്ടോ. വല്ല പോലുണ്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി കേട്ടോ. ബാറ്ററി പുതിയ വന്ന് ആളെ മാറ്റി തരാറുണ്ട്. ഒരു മാസമാണ് കളിച്ചത്. പോണോ കുറച്ച് വിഷയമല്ല. ഇയാൾ കൊണ്ടുപോയി ആദ്യം. അപ്പോൾ ഒരു ബാറ്ററി വെച്ചാന്ന് പറഞ്ഞ് ബാറ്ററി പുതിയ ഓർഡർ എടുത്തിപ്പോൾ ഒരു മാസമായി. പൈസ ഒന്നും കൊടുക്കണ്ട. ഒരേട്ട ബാറ്ററി കംപ്ലൈന്റ് ആയി. 2ാമത്തെ 6 മാസമായപ്പോൾ ബാറ്ററി കംപ്ലൈന്റ്. ഇപ്പോൾ ഒരു കൊല്ലമായി. 2ാമത്തെ പുതിയ കംപ്ലൈന്റ് ആയി. കംപ്ലൈന്റ് അങ്ങനെ എല്ലാ സാധനം മാറ്റി മതി. ചിലവർക്ക് പണിയിട്ടുണ്ട്, ചിലവർക്ക് കുഴപ്പമില്ല. നമ്മൾ തന്നെ പണിയുണ്ട്. കുറേ കംപ്ലൈന്റ്. ഇത് മാറ്റി, സീറ്റ് മാറ്റി, അബ് മാറ്റി, ഓയിൽ സീഡ് പൊട്ടി അത് മാറ്റി. എത്രയോ പണിയാണ്. ബഗ്ഗുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയാണ് ഓടുന്നത്? ഇത് ഓടാൻ പറ്റുന്നത്. ഇത് വേറെ വണ്ടി വാടക ഇരിക്കാൻ ഓടുന്നത്. വണ്ടിയിലെ കാഴ്ച ഓലന്റെ അവസ്ഥ തരാം. എല്ലാവർക്കും ഇതിനെ പണി. നമ്മൾ ഇവിടെ കൊടുത്തിട്ടിരിക്കുകയാണ്. 7% ചാർജ്. പാസ്വേഡൊക്കെ മാറ്റിയിട്ടുണ്ടോ? കൈക്ക് കുട്ടപ്പനൊക്കെ വെച്ചിരിക്കണ മൂലക്കിൽ. അപ്പോൾ സുന്ദര കുട്ടപ്പനാണ്. ബാറ്ററി നാളെ ഇന്ന് രാത്രി വരും. നാളേക്ക് മാറ്റി ചാർജ്. ഒട്ടക്കണക്കിന് വണ്ടി കേട്ടോ. എത്തൊക്കെ കമ്പനി പടച്ചെന്ന് അറിയാം. ഒരു സർവീസ് സെൻ്ററോ നമുക്ക് പോവാം. നാളേക്ക് റെഡി ചെയ്ത് തരാം. ഒരു കയറ് പേര് എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതേമാതിരി കംപ്ലൈൻറ്റ് ആകുമ്പോൾ കൊണ്ടുവരാം. ബാറ്ററി ചേട്ടാ എടുത്തിട്ട് എത്രയായി? ഒരു കൊല്ലായി. നല്ലത് കൊണ്ടുപോട്ടെ.
കയറാണെങ്കിൽ ചൊറിയണുണ്ട്. എന്താണ് സോപ്പ് വാങ്ങിട്ടോ കയ്യേ ചൊറിയണുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂം കയറിയിരുന്നുണ്ടോ കയ്യുമ്പോഴൊക്കെ ചൊറിഞ്ഞീണ്. ആ കയറ് തൊട്ടിട്ട് തോന്നുന്നു. അപ്പോൾ നല്ല വാച്ചിട്ട് കയറ് ചുറ്റാട് വെച്ചിട്ടുണ്ടിന് നമ്മൾ വാശ് ചെയ്തിട്ടെ. ഞങ്ങൾ ഓല ഷോറൂമിലെത്തിട്ടോ. ഇന്ന് 4-ാം തീയതി വണ്ടി മിഞ്ഞാന്ന് കൊടുത്താണ്. കൊടുത്ത് ഇന്നിപ്പോൾ റെഡി ആയിണ്. ഒരുപാട് വണ്ടികൾക്കിടയിൽ എൻ്റെ വണ്ടി ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഓക്കെയാണ്. 100% ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഓക്കെല്ല നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ കാണട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കംപ്ലൈൻറ്റ് ആകാൻ പറ്റില്ല. ഒന്ന് ഗുഡ്സ് നടത്തി കൊടുക്കുന്നത് ചത്തതാന്ന് തോന്നുന്നു. അവിടെ നിന്ന് പോകട്ടെ നമുക്ക് സെറ്റ് ആയിക്കണം. കാക്കാൻ്റെ വണ്ടി അവിടെ ഡെഡായി വന്നാണ്. ഓണാവണില്ല. ഇതിന് വരുന്നു എന്താ അവസ്ഥ. ഞാൻ നീണ്ട 3 ആഴ്ച കഴിഞ്ഞു. അതിന് ടേസ്റ്റ് തന്നെ അടുത്തായിട്ട് നമ്മൾ വണ്ടി ഇപ്പോൾ കിട്ടി. പൈസ കൊടുക്കുക നമ്മളെ വണ്ടി കിട്ടിട്ടോ. എനിക്കോണ്ട് ഈ വണ്ടിയെ വാങ്ങാൻ നല്ലതാണ്. 6 മാസത്തിലിപ്പോൾ 2ാമത്തെ പ്രാവശ്യം കേട്ടോ. 1 മാസം ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ തവണ ബാറ്ററി നമ്മളതിനെപ്പോൾ തന്നെ കൊണ്ടുവരുന്നത്. മിക്കവാറും ഒരു പെട്രോൾ വണ്ടി പേര് വാങ്ങേണ്ടി വരും ഇപ്പോൾ ഇത് കൊണ്ടുനടക്കണേ ഓല. കാരണം അത്രയ്ക്ക് കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ കാക്ക ഇടങ്ങേറായിക്കണ്. കൊടുത്തിട്ട് അവർക്ക് മാണ്ടെന്ന് പറഞ്ഞു. മാങ്ങാൻ ആളില്ല. എൻ്റെ ഏതൊരാളാന്നല്ലേ എന്തായാലും കേടന്നപ്പോൾ കെട്ടി കളിച്ചാനാണെങ്കിലും ഓൻ്റെ വണ്ടി ഉണ്ടായാലോ ഉപകാരപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാലും പെട്രോൾ വണ്ടിന് അത്ര മെച്ചമുള്ള വണ്ടി ഇപ്പോൾ ഇപ്പോഴും ഇല്ല. ഇറങ്ങിയിട്ടില്ല. ഒരു കറണ്ടും വണ്ടിയും പെട്രോളിന് അത്ര സെറ്റപ്പായിട്ടില്ലല്ലോ. നോക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 2ാമത്തെ നമ്മൾ ബാറ്ററി മാറ്റിക്കാണ്. ഓല 12,600 കിലോമീറ്റർ കേട്ടോ. ഫസ്റ്റ് നമ്മൾ 6,000 കിലോമീറ്ററിലാണ് മാറ്റിന്. ഒരു 6,000 ഓടിപ്പോൾ പിന്നെയും ബാറ്ററി പോയി. ഇങ്ങനെ 6,000 വെച്ച് ബാറ്ററി പോയാൽ എനിക്കെങ്ങനെ മുതലങ്ങൾ കൂട്ടി വയ്ക്കി. പിന്നെ ആ ഇടലിൽ 1 മാസം വണ്ടി ഇവിടെ ഷോറൂമിലിടണം. ഈ ഷോറൂമിലിടുമ്പോൾ വണ്ടിൻ്റെ ഇൻഷൂറ് അതേമാതിരി അടവ് കാര്യം അടക്കണം. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നമുക്ക് കുടുംബത്തിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടി വാടക എടുക്കണമെങ്കിൽ 3,000 റുപ്യ കൊടുക്കണം. ഇതിപ്പോൾ എണ്ണ ഞാൻ അടിച്ചിക്കണ് 2,000 റുപ്യ അടുത്ത് എണ്ണ അടിച്ചിരിക്കും ഈ 1 മാസം നടക്കാൻ. ഇതൊക്കെ നഷ്ടമാണ് ഗൈസ്. അതൊക്കെ നോക്കിയിട്ട് വണ്ടി എടുത്താൽ മതി. ഇതിൻ്റെ ഒരു നല്ലൊരു റിവ്യൂ അടുത്ത് തന്നെ വരും. ഞാൻ 1 കൊല്ലമായപ്പോൾ റിവ്യൂ ഇടണം കരുതിയാണ്. 1 കൊല്ലമായപ്പോൾ ഇതിന് വണ്ടി ചത്ത്. പിന്നെ ജീവല്ലാതെ റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ലൊരു റിവ്യൂ ഇടണമെങ്കിൽ കേട്ടോ. അപ്പോൾ ബൈ കാണാം.